ഹായ് ഓൾ. അതിരടി അതിരടി എന്നുള്ള വേർഡ് ഞാൻ കേൾക്കുന്നത് എങ്ങനെയാ വെച്ചാൽ തമിഴ് സിനിമയിലേക്ക് ഒരുപാട് പാട്ടുകളുണ്ട്. എസ്പെഷ്യലി രജനീകാന്തിന്റെ അടിക്ക് അതിരടി എന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ കേട്ട് പരിചയമുള്ളത്. അപ്പം അടി തന്നെ പക്ക അടി പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ സിനിമയിൽ, പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ ഇറങ്ങിയ ട്രെയിലറിലും കൂടി കാണുമ്പം പക്ക ഒരു റിവഞ്ച് മെറ്റീരിയൽ ഫിലിമാണ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തു പോകുന്നത്. ഇന്നലെ വൈകുന്നേരം 6:30 പ്രീമിയർ ഷോക്ക് ഞാൻ ബാലുശ്ശേരി സന്ധ്യയിൽ കയറി. ഹൗസ്ഫുൾ ആയിരുന്നു ഷോ. കുറെ PR ടീംസ് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അതെന്ത് ചെയ്യട്ടെ, നമുക്ക് പടം ആസ്വദിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. അങ്ങനെ പടത്തിന് കയറി ഫുൾ പക്ക എന്റർടൈൻമെന്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ പ്രതീക്ഷിച്ചതിന്റെ 10 ഇരട്ടി എന്നറിയില്ലേ, ഈ ഒരു സംഭവം മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ഒരു പീക്ക് എന്റർടൈൻമെന്റ് അത് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ അതിന്റെ മേലെ 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 പോയി. പിന്നെ അതേ പറയാം, ഇങ്ങനത്തെ കോമഡികളൊക്കെ ക്രിഞ്ചായിട്ട് കാണുന്ന, അല്ലെങ്കിൽ അളിഞ്ഞ കോമഡി എന്നൊക്കെ ഉള്ള രീതിയിൽ കാണുന്നവർക്ക് ഒരു പക്ഷേ സിനിമ വളരെ മോശമായിരിക്കും. പക്ഷേ പക്ക എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ അവിടെ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, സിനിമ വേറെ വേൾഡാണ്. അതായത് സിറ്റുവേഷണൽ കോമഡി ഉണ്ടാവില്ലേ, ഒരുപാട് സിറ്റുവേഷണൽ കോമഡിയും നല്ല രസമാക്കിയിട്ട് ബേസിൽ ഈ പടത്തിൽ ഔട്ട് ആൻഡ് ഔട്ട് തൂക്കൽ ആരാന്ന് ചോദിച്ചാൽ ബേസിൽ. ഏത് രീതിയിലും ഇമോഷൻസ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ വേറെ ലെവൽ. അതുപോലെ കോമഡി ചെക്കനാണ്, പക്ക ചെക്കനായിട്ട് ഇവിടെ അഴിഞ്ഞാടല്ലേ. കോളേജിൽ പഠിക്കുന്ന ഒരു ചെക്കൻ്റെ വൈബിലേക്ക് ബേസിലൂടെ ക്യാരക്ടർ മാറി കഴിഞ്ഞു, ഒരു രക്ഷയില്ല. പിന്നെ ടൊവിനോ എന്താ വെച്ചാൽ ക്യാരക്ടറൊക്കെ അങ്ങനെ ഇങ്ങോട്ട് ആയിത്തീരാൻ പറ്റുന്നില്ല, പക്ഷെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ടൊവിനോൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവസാനത്തേക്ക് ഒരു ഇമോഷണൽ സാധനം കാണിക്കുന്നുണ്ട്. അത് ടൊവിനോ ഇതുവരെ ചെയ്യുന്നതിൽ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ടൊവിനോന്റെ ഇമോഷണൽ സീൻസ് കാണുമ്പോൾ ഒരു കല്ലുകടിയായിരുന്നു, പക്ഷെ ഇതിൽ അത്യാവശ്യം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെ ക്യാമിയോസ് ആയിട്ട് വന്നിട്ടുള്ള വിനീത് ശ്രീനിവാസന്റെ ഓൾറെഡി അറിയാലോ. പിന്നെ കുറച്ച് ക്യാമിയോസ് ഉണ്ട്. ക്യാമിയോസ് തിയേറ്റർ വിറപ്പിച്ച് തിയേറ്ററിൽ ഇടിച്ച് നിന്ന് കൈയടിക്കുന്ന രീതിയിൽ ക്യാമിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പോകുന്ന തിയേറ്റേഴ്സിനനുസരിച്ചുണ്ടാവും, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തിയേറ്റേഴ്സിനനുസരിച്ചുണ്ടാവും. നല്ല ക്രൗഡായിട്ട് അത്യാവശ്യം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന, വളരെ എന്താ പറയുക, രസമായിട്ട് പടം ഏറ്റെടുക്കുന്ന ഒരു ഓഡിയൻസിന് ഇടയിലാണ് നിങ്ങൾ സിനിമ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുക്കുന്ന പൈസ വേർത്തായിരിക്കും, അല്ലെങ്കിൽ വേസ്റ്റ് ആയിരിക്കും. അതാണ് ഈ സിനിമേൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ സിനിമേനെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ ആ ലെവലിൽ നമ്മളെയും കൊണ്ടുപോകും. ഒരു 2-2.5 മണിക്കൂർ എല്ലാം മറന്നിട്ട് കൈയടിച്ച് വിസിൽ വിളിച്ച് ചിരിച്ച് ഒരുപാട് ചിരിച്ച് സിനിമ കഴിഞ്ഞിട്ടും കുറേ നേരത്തേക്ക് ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല കുറേ സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറഞ്ഞ് ചിരിക്കൂലേ, ഇന്ന സീന് അന്ന സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിരിക്കല്ലോ. അങ്ങനെയൊക്കെ എനിക്ക് കുറേ സമയത്തിന് ശേഷമാണ് അങ്ങനെ ഒരു സിനിമ കാണുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഈ സിനിമ സൂപ്പറാണ്. ഇതിലെ ഡയറക്ടറുടെ ഫസ്റ്റ് സിനിമയാണ്, അരുൺ അനിരുദ്ധ് എന്നാണ് പേര്. അയാളെ ഹാറ്റ്സ് ഓഫ്. ഈ സിനിമ ഫസ്റ്റ് പടം തന്നെ ഈ ലെവലിൽ മൂപ്പര് ചെയ്തിട്ടുണ്ടെങ്കിലേ അടിപൊളി. അയാൾ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. നമ്മളെ പടയോട്ടം അതുപോലെ മിന്നൽ മുരളിയൊക്കെ അല്ലേ, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് അറിയാലോ ഏകദേശം എങ്ങനെ ആളുകളെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് മിന്നൽ മുരളിയും അതുപോലെ പടയോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു സംവിധാനം ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ മാക്സിമം കളർഫുൾ ആക്കൂലേ. പ്രത്യേകിച്ച് കോളേജ് ലൈഫ് അതൊക്കെ വളരെ വൃത്തിയിൽ, അതായത് മോശം വൾഗാരിറ്റി ഒന്നും ഇല്ലാതെ വൃത്തിയിൽ, അതായത് ഈ അധികവും കോളേജ് ലൈഫ് കാണിക്കുന്ന സമയത്ത് സിഗരറ്റ് കൂടി വലി മറ്റു മറിച്ചായിട്ട് മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി ആയിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. വളരെ രസമായിട്ട് കോളേജ് ലൈഫൊക്കെ കാണിക്കുകയും ബേസിൽ ഒരു രക്ഷയില്ല. ബേസിൽ ചെക്കൻ വൈബിൽ പൊളിച്ചടക്കിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ബേസിലാണ് ഈ സിനിമയുടെ ഔട്ട് ആൻഡ് ഔട്ട്, നോ രക്ഷ. പിന്നെ നമ്മുടെ ഡെലൂലു കിട്ടിയ ക്യാരക്ടർ സൂപ്പറായിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ട്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൊരു കുട്ടിയെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ വളരെ നാച്ചുറലായിട്ട് ഡെലൂലു ചെയ്യുന്നുണ്ട്. സൂപ്പർ. കാരണം ഇപ്പോൾ ഒരു പേരുണ്ട്, ഒരു സർവ്വമായിലൂടെ ഉണ്ടാക്കി വെച്ചൊരു പേരുണ്ടല്ലോ, ആ പേര് കൺസിസ്റ്റ് ചെയ്യാൻ ഈ സിനിമയിലൂടെ ഡെലൂലുവിന് സാധിച്ചിട്ടുണ്ട്. ശരിക്കുള്ള പേര് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഡെലൂലു എന്ന് പറയുന്നത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബേസിലിന്റെ കൂടെയുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ സൂപ്പർ. എന്താ പറയണ്ടേ, അടിപൊളി. വളരെ കൂളായിട്ട് വളരെ രസമായിട്ട് അവരൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ റീൽസൊക്കെ ചെയ്ത ഒരാളുണ്ട്, പേര് എനിക്ക് അങ്ങനെ അറിയില്ല. അവരൊക്കെ അടിപൊളിയാണ്. ഇതിൽ ആരെയും മോശം പറയാനില്ല, അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ കോമഡി ഉള്ള സിനിമകളിൽ ഈ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ പറയുന്നത് വലിയ പരിപാടിയാണ്. ഇതിൻ്റെ ഇടയിലൂടെ അതും കൂടി നമ്മളിലേക്ക് എത്തിക്കണമല്ലോ.
ഒരു കോമഡി പാറ്റേണിൽ ഇങ്ങനെ പോകുന്ന ഒരു സിനിമയിൽ അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വൃത്തി ലെവലത് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻലി മ്യൂസിക് നല്ല പ്രാധാന്യമുണ്ട്. വിഷ്ണു വിജയ് ആണ് ചെയ്തത്. വിഷ്ണു വിജയനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. ഈ പ്രേമലു പോലത്തെ, കാലപ്പുഴ ജിംഖാന പോലത്തെ സിനിമയിലെ പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ഒരു രസമായിട്ട് ഒരു വൈബിൽ ഓളത്തിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയ പാട്ടുകളാണ്. അപ്പോൾ അതൊക്കെ തിയേറ്ററിൽ നല്ല രസമായിട്ട് കൊണ്ടുപോയിരുന്നു. അതേപോലെ തന്നെ ഇതിലെ എഡിറ്ററും അവസാനത്തേക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് ഒരു ഫീൽ ഗുഡ് ഇതിലേക്ക് സിനിമ കൊണ്ടു എത്തിക്കുന്നുണ്ട്. ഒരു കോമഡിയിൽ തുടങ്ങിയ ഒരു സിനിമ ഒരു ഫീൽ ഗുഡ് ലെവലിലേക്ക് എത്തിക്കുമ്പോൾ അത് തരുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. അതൊക്കെ എഡിറ്റിങ്ങിന്റെ ഒരു മികവ് തന്നെയാണ്. ആ ഒരു സമയത്തുള്ള ആ ഒരു മൊമെന്റ്സ് ഒക്കെ വളരെ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഒരു 2-2.5 മണിക്കൂർ ചിരിച്ച് കൈയടിച്ച് വിസിൽ വിളിച്ച് ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോരാം. ആ ഒരു വൈബിലെടുത്ത് കാണാൻ പറ്റിയ സിനിമയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിരടി സെലക്ട് ചെയ്യാം. വളരെ ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്ന് തിരിച്ചു പോരാം. മറ്റൊരു സിനിമയുടെ റിവ്യൂ വരുന്നവരെല്ലാവർക്കും